മാധ്യമപ്രവർത്തകനായിട്ടുള്ള എസ് സജീവൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സജീവൻ, ഇന്നിപ്പോൾ വലിയ തോതിലുള്ള ഒരു വർഗീയതയിലേക്ക് ഇവർ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇന്ന് മറാത്ത പത്രത്തിൽ നൽകിയിട്ടുള്ള ഒരു പരസ്യത്തിൽ ചോദിക്കുന്നത് നിങ്ങളുടെ വോട്ട് ആഘോഷമാകേണ്ടത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലോ എന്നാണ്. അതുപോലെ തന്നെ ഇന്നലെ യോഗി ആദിത്യനാഥ് അദ്ദേഹം മധ്യപ്രദേശിലെ ഗുണായിലൊരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ കക്ഷികളുടെ ഒരു പിന്തുണച്ചു കഴിഞ്ഞാൽ അത് ഔറംഗസേബിനെ പിന്തുണയ്ക്കുന്നത് പോലെയാണ്. ഔറംഗസേബ് ഈ നാട്ടിലെ ഹിന്ദുക്കളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്ന രാജാവാണ്. അദ്ദേഹം നികുതി ഏർപ്പെടുത്തിയിരുന്നു ഹിന്ദുക്കൾക്ക്. അങ്ങനെ തുടങ്ങി ഒരുപാട് വർഗീയമായ പരാമർശങ്ങളിലേക്ക് BJP പോകുന്നു. ഒപ്പം തന്നെ ഈ രീതിയിൽ പത്രങ്ങളിലടക്കം പരസ്യം നൽകുന്നു. ശ്രീ സജീവൻ, ഇത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം BJPക്ക് കൈവിട്ട കളിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. അവർ ഭയക്കുന്നുണ്ട് അധികാരം നഷ്ടപ്പെടുമെന്ന്. ഇതുവരെ അവർ പല ആയുധങ്ങളും പ്രയോഗിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ അത് മതിയാകും ജയിക്കാനെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള രീതിയിൽ BJPക്ക് അകത്ത പ്രശ്നങ്ങൾ, BJP നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. ഇന്ത്യ സഖ്യം കുറെ കൂടി ശക്തിപ്പെടുന്നു. ഇന്ത്യ സഖ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നിതീഷ് കുമാറിനെയൊക്കെ ഒപ്പം കൂട്ടിയെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യം ശക്തിപ്പെടുന്നു. BJPയിൽ വേണ്ട രീതിയിലുള്ള ഒരു കെട്ടുറപ്പില്ല എന്ന് മനസ്സിലാക്കി. ഇതൊക്കെ ആകുമ്പോൾ അറ്റകൈ പ്രയോഗമാണ് ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ. അതിപ്പോ യോഗി ആദിത്യനാഥ് നടത്തിയതിനേക്കാൾ കൂടുതൽ അതിരൂക്ഷമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇതുവരെ അദ്ദേഹം നേരിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി പോലും മുസ്ലിങ്ങൾക്ക് പണയം വെക്കുന്ന രൂപത്തിൽ, അവരുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇന്ത്യ സഖ്യം വന്നാൽ അങ്ങനെ സംഭവിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വർഗീയതര അങ്ങേയറ്റത്താണ്. പക്ഷെ ഇതിന് എതിരെ ഇലക്ഷൻ കമ്മീഷൻ പോലും നടപടിയെടുക്കുന്നില്ല എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്. അതേ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കും, ഇപ്പോഴടുത്ത് കഴിഞ്ഞ ദിവസമാണ് സൽമാൻ ഖുർഷിദിനെതിരെയും മറിയ ആലം ഖാനെതിരെയൊക്കെ കേസ് വന്നിട്ടുള്ളത്. അവർ പറഞ്ഞതാണ് BJPയെ തകർക്കണം, അതിനായിട്ടുള്ള കൂട്ടായിട്ടുള്ള യത്നം വേണം എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയോ ഒരു സ്ഥലത്ത് ജിഹാദ് എന്ന് പറയും. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് തകർക്കുക എന്നുള്ളതല്ല, അതൊരു പോരാട്ടമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭാഷയിൽ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ഇവിടെയുള്ള മതേതരവാദികൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ മതേതരത്വത്തെ തകർക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും മുന്നോട്ടേക്ക് പോയാൽ അടുത്ത തവണ കൂടി തെരഞ്ഞെടുപ്പുകളിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പലതും മേഘ സിവിൽ കോഡ് ഉൾപ്പെടെ പലതും ഉണ്ടാകും. ഈ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് ന്യൂനപക്ഷവും മതേതര വിശ്വാസികളും ഒക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ പോരാട്ടം, ആ കൂട്ടായ പോരാട്ടത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ പേരിൽ സൽമാൻ ഖുർഷിദിനെതിരെയും മറിയ ആലം ഖാനെതിരെയൊക്കെ നടപടി വരുന്നു. പക്ഷെ അതേ സമയത്ത് തുടർച്ചയായിട്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ നിരന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുസ്ലിം വിരുദ്ധതയാണ്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് കോൺഗ്രസ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഹിന്ദുക്കളുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അത് വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയതിന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന് പാർട്ടിയുടെ പ്രസിഡന്റിനാണ് നോട്ടീസ് കൊടുക്കുന്നത്. ആ നോട്ടീസിൽ പോലും ഇത് വളരെ രൂക്ഷമായിട്ടുള്ള നടപടികളിലേക്കൊന്നുമല്ല പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവസാനത്തെ ആയുധവും ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അത് അവസാന ആയുധം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു മുസ്ലിം വർഗീയമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കലാണ്. ആ വർഗീയ വിഭജനത്തിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിൽ അവസാനത്തെ വോട്ടെടുപ്പ് നടക്കുന്നവരെയും ഇത് ഭീകരമായ രൂപത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ആദ്യം ഇവർ ധരിച്ചിരുന്നത് ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അത് വലിയ തോതിൽ ആവേശത്തോടെ ഏറ്റെടുക്കുകയും തങ്ങൾക്ക് സുഖമായിട്ട് ജയിച്ചു പോകാം എന്നൊരു പ്രതീക്ഷ BJP വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ ആദ്യഘട്ടമൊക്കെ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ആ രീതിയിലൊരു ആവേശം ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇല്ല. ജനങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു ആശങ്ക വർദ്ധിക്കുമ്പോൾ
വീണ്ടും വീണ്ടും അവർ ഈ വർഗീയതയുടെ ലൈനിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഈ ജനങ്ങൾ പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ട്. ഇവർക്ക് ഈ വർഗീയത മാത്രമേ പറയാനുള്ളൂ, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർ നിശബ്ദത പാലിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കാകെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും ഇന്ത്യ സഖ്യത്തിൻ്റെ റാലികളിലും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യ നേതാക്കൾക്കും എല്ലാം ലഭിക്കുന്ന ഒരു വലിയ സ്വീകരണവും. ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ വലിയ തോതിൽ ആൾക്കാർ എത്താതിരിക്കുന്നത്, പൂനെയിലെ പരിപാടിയിൽ നൂറുകണക്കിന് കസേര ഒഴിഞ്ഞിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. ശ്രീ സജീവൻ. തീർച്ചയായിട്ടും ഇത് ജനത്തിന് മുമ്പിൽ നമ്മൾ എന്തെല്ലാം ഈ കാര്യങ്ങൾ പറയുമ്പോഴും അവർ വർഗീയമായിട്ട് അവരുടെ വികാരം ഉണർത്തിവിടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ജീവിച്ചു വന്ന അവസ്ഥയെക്കുറിച്ച് വല്ലപ്പോഴും ഒക്കെ ചിന്തിക്കുമല്ലോ. 2014 മുതൽ 2024 വരെയുള്ള ജീവിതം അക്കാര്യത്തിൽ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലുണ്ടായ നരേന്ദ്രമോദിയുടെ ഒന്നാം ഭരണത്തിന്റെ കാലത്തുണ്ടായതാണല്ലോ ഈ നോട്ട് നിരോധനം. അത് എത്രമാത്രം ദുരിതം ജനങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ഘട്ടത്തിലും ഈ കോവിഡ് വ്യാപന കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും ഉണ്ടായ പ്രശ്നങ്ങൾ ഈ ഇതെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞ വികസനം ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ റോഡുകളുടെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായില്ല ജനത്തിന്റെ ഇപ്പോഴത്തെ ഉത്തരേന്ത്യയിൽ, ദക്ഷിണേന്ത്യ പോട്ടെ, ഉത്തരേന്ത്യയിലുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരത്തിന്റെ അവസ്ഥ തന്നെ നോക്കിയാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കും. ആ ചിന്തിക്കുമ്പോൾ ഈ രാമക്ഷേത്രം കൊണ്ട് മതിയാവില്ല. കാരണം ഇതുവരെ ഒരു മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആയുധമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പിന്നെ മുസ്ലിം വർഗീയത പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ ഞാൻവാബി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അത് വ്യാപിപ്പിക്കാനായിട്ട് ശ്രമം നടന്നു. പക്ഷെ അതത്ര ക്ലച്ച് പിടിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കുറെ കൂടി വർഗീയ വികാരം ഇളക്കി വിടുന്ന കാര്യങ്ങൾ വേണം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇങ്ങനെ മുസ്ലിം പ്രീണനം നടത്തി. ഇനി അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്ത്രീകളുടെ കെട്ടുതാലി പോലും എടുത്തിട്ട് അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊടുക്കും, അവരുടെ സൗകര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന സാധാരണക്കാരുടെ മനസ്സിൽ പക്ഷെ അങ്ങനെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തുക മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലും നമ്മൾ നോക്കേണ്ടത് ഈ പ്രചരണത്തിന്റെ ഒക്കെ ആദ്യഘട്ടത്തിൽ ഇത്ര തീവ്രമായ വർഗീയ പ്രചരണം നടത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രധാനമന്ത്രി അങ്ങനെ നടത്തിയിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനെതിരെ പറയുന്നു, രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നു, ഇന്ത്യ സഖ്യത്തിനെതിരെ പറയുന്നു എന്നല്ലാതെ ഇത്ര ഭീകരമായിട്ടുള്ളത് ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലേക്ക് എത്തിയപ്പോഴാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും UP-യിലൊക്കെ എത്തുമ്പോഴാണ് അദ്ദേഹം പിന്നെ കൈവിട്ട രൂപത്തിൽ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തിട്ട്, അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ പോലും നടപടി എടുത്തിട്ടും അത് ആവർത്തിക്കുകയാണ്. ഈ നോട്ടീസ് കിട്ടിയ നദ്ദ പോലും അത് പ്രധാനമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയുന്നു. അപ്പൊ എന്തൊക്കെ വന്നാലും ഇത് പറഞ്ഞാലേ രക്ഷയുള്ളൂ, ഇതിലൂടെ മാത്രമേ തങ്ങൾക്ക് വീണ്ടും അധികാരം ഉറപ്പിക്കാൻ കഴിയൂ എന്ന ഒരു തോന്നലാണ് ഇവർക്കിടയിലുള്ളത്. അത് പക്ഷേ ജനങ്ങൾ അങ്ങനെ, ഉത്തരേന്ത്യയിലൊക്കെ ജനങ്ങൾക്ക് നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് ഈ നമ്മൾ വിചാരിച്ചില്ല അത്രയും ശക്തമായ ഒരു തരംഗം അവിടെ ഉണ്ടാവുന്നു. അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും വൻ തരംഗം ഉണ്ടായത് ഉത്തരേന്ത്യയിലാണ്. ഇപ്പോഴും അതിന്റെ ഒരു ശാന്തതയാണ് അവിടെ കാണുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ സജീവൻ.